ഡിജിറ്റൽ സർവകലാശാല വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി. വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിറക്കി. സർവീസ് ആനുകൂല്യങ്ങൾ നിഷേധിച്ചത് സംബന്ധിച്ച് സർക്കാരും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും വിശദീകരണം നൽകണം. എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജയശങ്കർ, 2023 താൽക്കാലിക പെൻഷൻ അനുവദിക്കാൻ തീരുമാനമായെങ്കിലും അത് നടപ്പിലാക്കിയില്ല. സിസ തോമസ് ഈ ചുമതല ഏറ്റെടുത്തതാണല്ലോ സർക്കാരിന് ഇപ്പോൾ ഇത്ര വൈരാഗ്യം തോന്നാനുള്ള കാരണം. അതിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് പ്രഭിത, ഇത് കുറച്ച് അധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു കഥയാണ്. സംസ്ഥാനത്ത് ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള പോരിന്റെ ഒരു ഇര കൂടിയാണ് സിസ തോമസ്. 2022 ഗവർണറുടെ ഉത്തരവ് പ്രകാരം സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി ഏറ്റെടുക്കുന്നു. ഈ ഘട്ടത്തിൽ അവർ സർക്കാർ ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു. അങ്ങനെ ഈ ഗവർണർ ഉത്തരവ് പ്രകാരം പദവി ഏറ്റെടുത്ത് സർക്കാരിനെ അറിയിക്കാതെ ഈ പദവിയിൽ തുടർന്നതിനെതിരെ സർക്കാർ ഇവരോട് വിശദീകരണം ചോദിച്ചു. ഇവർ സർവീസ് ചട്ടലംഘനം ഉൾപ്പെടെ നടത്തിയെന്ന ഒരു ആക്ഷേപം ഉന്നയിക്കുകയും സർക്കാർ ചെയ്തു. ഇതിനെതിരെ ഇവർ സർവീസിന് വിരമിച്ചതിനു ശേഷവും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചു. ഇതിനെതിരെ ഇവർ മേൽക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉൾപ്പെടെയുള്ള നീതിപീഠങ്ങൾ സിസ തോമസിന് ആനുകൂല്യങ്ങൾ നൽകണമെന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒടുവിൽ 2023 ഓഗസ്റ്റ് മാസത്തിൽ താൽക്കാലികമായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും സിസയ്ക്ക് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. പക്ഷേ ആ ഉത്തരവ് ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇതിനെതിരെയാണ് സിസ തോമസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ട്രൈബ്യൂണൽ 2 ആഴ്ചക്കകം സിസ തോമസിന് പെൻഷനും കുടിശ്ശികയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നൽകാനാണ് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാരും സാങ്കേതിക സർവകലാശാലയും ഈ ട്രൈബ്യൂണലിന് മുന്നിൽ വിശദീകരണം നൽകണമെന്ന നിർദ്ദേശവുമുണ്ട്. നിലവിൽ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. മുമ്പ് സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന ഘട്ടത്തിലെ പ്രശ്നങ്ങളുടെ മുകളിലാണ് ഇവരുടെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്ന കാര്യത്തിലേക്ക് എത്തി. എന്തായാലും വലിയൊരു നിയമ പോരാട്ടമാണ്. ഈ സർക്കാർ ഗവർണർ പോരിന്റെ ഒരു ഇര കൂടിയാണ് സിസ തോമസ്. എന്തായാലും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് സർക്കാർ നടപ്പിലാക്കുമോ അതോ അതിനെതിരെ അപ്പീൽ പോകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ശരി, എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കുറച്ചു കാലം പഴയ കേസാണ് ഈ പറയുന്നത് പോലെ തന്നെ. അപ്പോൾ അതിലാണ് മുൻ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന്റെ ഇരയാണ് സിസ തോമസ് എന്ന് എ.വി. ജയശങ്കർ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. ഇനിയുള്ള നടപടികൾ എങ്ങനെയാകുമെന്ന് കണ്ടു തന്നെ അറിയാം.